ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ ഓണമൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഓണത്തിൻ്റെയും ആലസ്യത്തിൽ നിന്ന് ഉണർന്നു വരികയാണ്. നമുക്ക് വ്യാഴം വെള്ളി ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഒട്ടനവധി ഓണ ചിത്രങ്ങൾ ഇറങ്ങി. സിനിമ എന്ന് പറയുന്നത് ഒരു വ്യവസായമാണ്. ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ മുടക്കുമുതൽ തിരിച്ചു പിടിക്കുന്ന ഒരു വ്യവസായമാണ്. നമ്മുടെ സാധാരണ ആളുകൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ തിയേറ്ററിൽ പോയി കൊടുക്കുകയും അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളിലേക്ക് എത്തുകയും അതുമൂലം ഒരുപാട് നമുക്ക് കാണുന്നതിലധികം ആളുകളും ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അവസാനം തുടങ്ങിയാൽ പോസ്റ്റർ ഒട്ടിക്കുന്ന ആള്, പോസ്റ്റർ നിർമ്മിക്കുന്ന ആള്, ഡിസൈനേഴ്സിനും ഉണ്ട്, ഒട്ടിക്കുന്ന ആൾക്കുണ്ട്. തിയേറ്റേഴ്സ് ഓണേഴ്സ്, തിയേറ്ററിൽ ജോലി ചെയ്യുന്നവര്, അവിടെ ഒരു ഗ്ലാസ് ചായ വെക്കുന്നവർ, കപ്പലിന്റെ വെക്കുന്നവര്, അങ്ങനെ ഒരുപാട് ആളുകൾക്കുണ്ട്. അതുപോലെ തന്നെ സിനിമ നിർമ്മിക്കാനും അതിന്റെ വിതരണവും അങ്ങനെ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന വലിയൊരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ആ ഒരു സിനിമ മൂലം ജീവിച്ച് പോകുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഓണത്തിന് ഒരുപാട് ചിത്രങ്ങൾ വന്നു. പ്രധാനമായിട്ടും ചർച്ചയായിട്ടുള്ള 4 ചിത്രങ്ങളാണ്. ഒന്ന് ടോവിനോ തോമസ് നായകനാവുന്ന ARM അജയന്റെ രണ്ടാം മോഷണം, മറ്റൊന്ന് ആസിഫ് അലി നായകനാവുന്ന കിഷ്കിന്ദ കാണ്ഡം, മറ്റൊന്ന് ആന്റണി വർഗീസ് പെപ്പെ നായകനാവുന്ന കൊണ്ടാൻ, അതുപോലെ തന്നെ റഹ്മാനും ബാബു ആന്റണിയും അതുപോലെ തന്നെ ഒരുപാട് ധ്യാനൊക്കെ കൂടെ നായകനായി വന്ന ഉമർ ലുലുവിന്റെ, അങ്ങനെയാണല്ലോ ഉമർ ലുലുവിന്റെ പടം എന്നാ പറയുന്നത്. ബാക്കി എല്ലാത്തിനും നായകന്മാരുടെ പേര് പറഞ്ഞെങ്കിൽ ഇത് സംവിധായകന്റെ പേര് തന്നെ അറിയപ്പെടുന്ന ബാഡ് ബോയ്സ്. അപ്പോ ഈ 4 ചിത്രങ്ങളാണ് പൊതുവെ എല്ലായിടത്തും സംസാര വിഷയവും. ഈ 4 ചിത്രങ്ങളാണ് ഞാൻ കണ്ടത്. അപ്പൊ ഈ 4ന്റെയും വിശദാംശങ്ങൾ അല്ലെങ്കിൽ കണ്ടതിന്റെ അനുഭവങ്ങൾ പറയുന്നു. നമ്മളൊരു ചായ ഒരു കടയിൽ നിന്ന്, ചായക്ക് 10 രൂപ, ഇപ്പൊ 12 രൂപയൊക്കെ ആയി. അപ്പൊ ചായ കുടിച്ചാൽ കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് പറയും. 10 രൂപ കൊടുത്ത് കുടിക്കുന്ന, അല്ലെ 12 രൂപ കൊടുത്ത് കുടിക്കുന്ന ഒരു ചായ, അല്ലെ 10 രൂപയുടെ ഒരു കടി കൊള്ളത്തില്ല എന്ന് പറയുന്ന നമുക്ക് 120 രൂപ കൊടുത്ത് കാണുന്ന സിനിമ, അത് എണ്ണ അടിക്കാൻ 100 രൂപ വേറെ 220. അവിടെ പോയി സ്നാക്സ് എല്ലാം കൂടെ ഒരു 300-350 രൂപ നമുക്കൊരു സിനിമയുടെ പുറത്ത് ചിലവാകും ഒരു സാധാരണ ഒരാൾക്ക്. അങ്ങനെ കാണുന്ന സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ലേ? നമുക്കുണ്ട്. പൊതുവെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നിരിക്കെ നമുക്ക് ആദ്യം ഞാൻ കണ്ടത് അജയന്റെ രണ്ടാം മോഷണമാണ്. 3Dയിലാണ് കണ്ടത്. മികച്ച ദൃശ്യാനുഭവമായിരുന്നു. ഞാൻ ലാസ്റ്റ് 3D കണ്ടത് ഡെഡ്പൂൾ ആൻഡ് വൂൾവറൈൻ ആണ്. ഞാൻ ലാസ്റ്റ് 3D കണ്ടത്. അതെനിക്കൊരു മോശം 3D അനുഭവമായിരുന്നു. ചിത്രത്തിന്റെ അല്ല, സിനിമയുടെ കുഴപ്പമായിരുന്നു, തിയേറ്ററിന്റെ കുഴപ്പമായിരുന്നു. അതുകൊണ്ട് ഇത്തവണ നല്ലൊരു തിയേറ്ററിൽ പോയിട്ട് നല്ലൊരു 3D അനുഭവത്തിലാണ് കണ്ടത്. ഏറ്റവും മികച്ച സിനിമയായിട്ട് തന്നെ തോന്നി. നല്ലൊരു ദൃശ്യാവിഷ്കാരം, ഒരു ബ്രഹ്മാണ്ഡ സിനിമ, ഒരു ഇന്റർനാഷണൽ സ്റ്റഫ് മലയാളത്തിൽ അത് നല്ല രീതിയിൽ മേക്ക് ചെയ്തു. വലിയൊരു ഇതായി. ഇത് ഇന്നലെ ആരും ടെലിഗ്രാമിലൊക്കെ ഇരുന്ന് കാണുന്ന വീഡിയോ ഒക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അത് വളരെ മോശമാണ്. ഒരിക്കലും ഒരു 5 സ്ക്രീനിൽ കാണുന്ന ഒരു വിസ്മയമല്ല അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്നത്. തിയേറ്ററിൽ പോയി തന്നെ കണ്ട് ആസ്വദിക്കാനുള്ളത്. പല സിനിമകളും ആസ്വദിക്കുന്നത്. അപ്പോൾ അവിടെ ചെലവായ പൈസ നമുക്ക് വെർത്താണ്. ആ സിനിമ മികച്ചൊരു ദൃശ്യ അനുഭവമാണ്. നല്ലൊരു സിനിമയാണ്. അതിന്റെ അതാക്കലും മറ്റുമെല്ലാം നിങ്ങൾ ഒരുപാട് റിവ്യൂ ഇവിടെ കേട്ട് കഴിഞ്ഞു. അപ്പൊ ഞാനത് പറയുന്നില്ല, അർത്ഥമില്ല. അപ്പോൾ മികച്ച സിനിമയാണ്. അതിന്റെ കളക്ഷൻ കൂടി ഞാൻ പറയാണ്. ഇന്ന് വരെയുള്ള കളക്ഷൻ ആയിട്ട് പുറത്തു വന്നത് ഏതാണ്ട് 40 CR ആണ് അതിന്റെ കളക്ഷൻ. തിയേറ്റർ കളക്ഷൻ ആയിട്ട് പുറത്തു വന്നിരിക്കുന്നത് 40 CR ആണ് അജയന്റെ രണ്ടാം മോഷണം കളക്ട് ചെയ്തു എന്ന് പറയപ്പെടുന്നത്. ഇനി അടുത്ത സിനിമ ആസിഫ് അലിയുടെ കിഷ്കിന്ദ കാണ്ഡമാണ്. അതും വേറെ ലെവൽ സ്റ്റഫ്. ഒരു ആക്ഷൻ, ഒരു ഫാന്റസി നമ്മൾ അവിടെ കാണുമ്പോൾ ഒരു കഥയിൽ കാമ്പുള്ള ഏറ്റവും മികച്ച സ്റ്റഫ് ആണ് ആസിഫ് അലി വന്നിരിക്കുന്നത്. കിഷ്കിന്ദ കാണ്ഡം വളരെ മികച്ച, ഇമോഷണലി കണക്ട് ആവുന്ന, ഇമോഷണലി ടച്ച് ആവുന്ന വളരെ മികച്ചൊരു സിനിമ. നമ്മൾ ഒരു മലയാളി പ്രേക്ഷകൻ, മലയാളത്തിന്റെ സ്വന്തം സിനിമ എന്ന് പറഞ്ഞ് നമുക്ക് എടുത്തു കാണിക്കാവുന്ന സിനിമയാണ് കിഷ്കിന്ദ കാണ്ഡം. എനിക്ക് അങ്ങനെയാണ് ആ സിനിമ അനുഭവപ്പെട്ടത്. അതിനകത്ത് എല്ലാവരും മികച്ച അഭിനയം എന്ന് വെച്ചാൽ മികച്ച അഭിനയം. അതിന്റെ ഒരു കളക്ഷൻ പോയാൽ 2 രീതിയിലുള്ള കളക്ഷനാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഈ ബോക്സ് ഓഫീസ് കളക്ഷൻസ് ഒക്കെ തപ്പോൾ നമുക്ക് കിട്ടുന്നത്. ഒന്നും 8 കോടി എന്ന് പറയുന്നുണ്ട്, മറ്റുള്ളവർ 15 കോടി എന്നും പറയുന്നുണ്ട്. 15 അല്ലെങ്കിൽ 8 കോടി കളക്ഷൻ ആണെങ്കിൽ ദിവസത്തിൽ നമുക്ക് കളക്ട് ചെയ്ത് കിട്ടിയതായിട്ട് ഇവിടെ അറിയുന്നത്. കാരണം അജയന്റെ രണ്ടാം മോഷണവും കിഷ്കിന്ദ കാണ്ഡവും ഒക്കെ ഒരു ദിവസം റിലീസായ പടങ്ങളാണ്. എന്നാൽ അജയന്റെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണ്, 3D ആണ്. അതിന് ആ രീതിയിലുള്ള പ്രൊമോഷൻസ് ഉണ്ടായിരുന്നു. പ്രൊമോഷൻ പൊതുവെ കുറവാണെങ്കിൽ പോലും ആ രീതിയിൽ കുഴപ്പമില്ലാത്ത പ്രൊമോഷനും ഹൈപ്പും ഉണ്ടായിരുന്നു. കിഷ്കിന്ദ കാണ്ഡം
സൈലന്റ് ആയിട്ട് വന്നൊരു പടമാണ്. അതിനൊരു 15 CR ഒക്കെ കളക്ട് ചെയ്തെന്ന് പറയുമ്പോൾ വലിയ കാര്യമൊക്കെ തന്നെയാണ്. അപ്പം രണ്ട് സിനിമയുടെ മികച്ച മൂല്യമുള്ള രണ്ട് സിനിമകളും എന്തിന്റെ കളക്ഷനാണ്. ഇനിയിപ്പോ കൊണ്ടാല് നമുക്കറിയാം, ആന്റണി വർഗീസ് പപ്പെ കരയില് ഡിച്ചടിച്ച് അദ്ദേഹം കടലിലേക്ക് ഇടിക്കാനാണ് ഒരു ആക്ഷൻ പടം. കഴിഞ്ഞ ഓണം തൂക്കിയ RDX ഇത്തവണ ഓണം തൂക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അത്രയ്ക്ക് തൂങ്ങിയെന്നുള്ള കാര്യമാണ്. എനിക്കൊരു ആവറേജ് അനുഭവമാണ് സിനിമ കണ്ടത്. കാരണം പലപ്പോഴും അത് നല്ല സ്റ്റഫ്, ഗംഭീര കൊറിയോഗ്രഫി, ഗംഭീര ആക്ഷൻ, എല്ലാം മികച്ചത്. പക്ഷെ ആ സിനിമയുടെ മൊത്തത്തിൽ ഒരു ടോട്ടാലിറ്റി നോക്കുമ്പോൾ എവിടെയൊക്കെ വലിഞ്ഞു പോയതായിട്ടും നമുക്ക് കണ്ട് പരിചയമുള്ള കഥകളായിട്ടും എനിക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ് സത്യം. പക്ഷെ പടം ഒരു ആവറേജ് അനുഭവമാണ് എനിക്ക് സമ്മാനിച്ചത്. കാരണം ഇടയ്ക്കൊക്കെ കുറച്ച് ബോറടി തോന്നി. ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ബോറടിക്കാതിരിക്കാന്നുള്ളതാണ് ഏറ്റവും മികച്ച കാര്യം. എന്ന് വെച്ചാൽ സിനിമയും അഭിനേതാക്കളും മോശമല്ല, ഓവറോൾ മൊത്തത്തിൽ അതിനൊരു വലിച്ചിൽ വന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ആ സിനിമയുടെ ഒരു കളക്ഷൻ ഏതാണ്ട് 2.5 CR 2.2 CR കളക്ട് ചെയ്തു എന്നാണ് പറയാൻ സാധിക്കുന്നത്. 3-4 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് വന്നു. അപ്പൊ അതിന് ആളുകൾ കയറുന്നതും വളരെ കുറവാണ്. ഒരു പക്ഷെ ഇങ്ങനെ ഒരു വലിച്ചിലുണ്ട് എന്നുള്ള പൊതുവെ മൗത്ത് പബ്ലിസിറ്റി കൊണ്ടായിരിക്കാം, അങ്ങനെ ആയിരിക്കാം. പക്ഷെ എനിക്കും ചെറിയൊരു വലിച്ചിൽ അനുഭവപ്പെട്ടു. എന്നാലും ഞാൻ സിനിമ കണ്ടു എന്നുള്ളതാണ്. ഞാൻ അടുത്തത് ബാഡ് ബോയ്സ് ആണ്. ഒമർ ലുലുവിന്റെ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ ഒരു തമാശ പടമാണ്. നമ്മളത് തമാശയായിട്ട് കണ്ട് ആസ്വദിച്ച് ചിരിച്ച് കളയാവുന്ന ഒരു സിനിമയ്ക്ക് അപ്പുറത്തേക്ക് അതിനെ വലിച്ചു കീറാനും ഒന്നുമില്ല. പക്ഷെ ആ സിനിമ മൊത്തത്തിൽ നമ്മൾ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ചിരിച്ചിറങ്ങി വരുന്നതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊരു ഇമ്പാക്റ്റും സമ്മാനിക്കുന്നില്ല. നമുക്കൊരു ഗുണവും ആ സിനിമ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കിട്ടുന്നില്ല. നമുക്ക് നല്ല സമയമുണ്ട്, നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പൈസ ഉണ്ട്, നമുക്ക് ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ആയിട്ട് ഇരുന്ന് ചിരിച്ച് കുറെ കോമഡി ഒക്കെ ആയിട്ട് ചിരിച്ച് കാണാം. പക്ഷെ അത് ചിരിച്ച് ആസ്വദിച്ച് കാണുന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു ടൈം കളയാനുള്ള പടത്തിന്റെ അപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ 2 പടങ്ങളിൽ കിട്ടിയ, അല്ലെങ്കിൽ മൂന്നാമത്തെ പടം ചെറിയൊരു എഴുച്ചിലാണെങ്കിലും ഒരു ആവറേജ് അനുഭവത്തിനെക്കാട്ടി താഴെയാണ് എനിക്ക് ബാഡ് ബോയ്സിൽ നിന്ന് കിട്ടിയ അനുഭവം. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ഞാൻ പറഞ്ഞ ഓർഡറിൽ തന്നെയാണ് എനിക്ക് അതിന്റെ ആസ്വദിക്കാൻ കഴിഞ്ഞത്. അപ്പൊ ചുമ്മാ നമുക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പോയി ഇരുന്ന് കാണാവുന്ന റോമൻ ലുലുവിന്റെ ഏറ്റവും മികച്ച വാക്കായിട്ട് എനിക്ക് തോന്നുന്നത് ഹാപ്പി വെഡിങ് തന്നെയാണ്. ആ സിനിമ ഇപ്പോഴും വരുമ്പോൾ ഞാൻ ഇരുന്ന് കാണാറുണ്ട്. ഇന്നും ക്ലിപ്പിങ്സ് ഒക്കെ കണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഞാൻ ഇരുന്ന് ചിരിച്ചാസ്വദിച്ച് കണ്ട പടമാണ്. ആ ഒരു ആസ്വാദനം അത് കഴിഞ്ഞിട്ടുള്ള അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു പടത്തിനും എനിക്ക് തോന്നിയിട്ടില്ല, പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. ഇതിനകത്ത് കുറച്ച് ചിരിക്കാനുണ്ട്, കുറെ എൻഗേജ്മെന്റ് മുഹൂർത്തങ്ങളുണ്ട്. പക്ഷെ ആവറേജിലും താഴെയാണ് മൊത്തത്തിൽ. നമുക്ക് സമയമില്ലെങ്കിൽ മാത്രം കാണാം. അതിന്റെയും കളക്ഷൻ റിപ്പോർട്ടായിട്ട് വരുന്ന 1.2 CR 1.23 CR കളക്ഷൻ കിട്ടി എന്നാണ് പറയുന്നത്. ഈ 3 ദിവസത്തെ കളക്ഷൻ അതൊരു മോശം കളക്ഷൻ ഒന്നുമല്ല. പക്ഷെ അതും ഈ പടങ്ങളെല്ലാം നിർമ്മാതാക്കൾക്ക് നാശം ഉണ്ടാകാതെ അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാകാതെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എല്ലാ പടങ്ങളും കണ്ടു. ഇനിയും 1-2 പടങ്ങളൊക്കെ കാണാനുണ്ട്. പക്ഷെ പലപ്പോഴും ഞങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിലൊന്നും പടങ്ങൾ ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ സുരേഷ് ഗോപിയുടെ മകന്റെ സംവിധാനം ചെയ്തൊരു പടമുണ്ട്, വേറൊരു പടവും കൂടെ ഉണ്ട്. ഇപ്പൊ ഈ രണ്ടും എന്താന്ന് വെച്ചാൽ ഈ പടങ്ങളൊന്നും ഞങ്ങളുടെ അടുത്ത തിയേറ്ററിൽ ഇല്ലാത്തതുകൊണ്ടാണ് കാണാൻ സാധിക്കാത്തത്. അപ്പൊ എന്തായാലും ഈ ഓണം നിലവില് അജയന്റെ 2ാം മോഷണം തൂക്കി എന്ന് തന്നെയാണ് കളക്ഷൻ റിപ്പോർട്ട് വെച്ചുകൂടി എനിക്ക് പറയാനുള്ള. കിഷ്കിന്ത കാരണം അത് മികച്ചൊരു പടമാണ്. അതിനെ നിങ്ങൾ കൈവഴിയിൽ മറ്റു പടങ്ങളും നിങ്ങൾക്ക് കാണുക, കണ്ട് നിങ്ങൾ വിലയിരുത്തുക. മറ്റൊരു വീഡിയോ